ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ട് തേങ്ങാമുറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. വേപ്പില, മല്ലിയില ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കിഴങ്ങ് ഉടച്ചിട്ട് കൊടുക്കാം. ഇതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മൈദ ഒന്ന് കലക്കിയെടുക്കാം വെള്ളം ഒഴിച്ചിട്ട്. കുറച്ച് മസാല കയ്യിലൊന്ന് പരത്തിയിട്ട് മുട്ട അതിനുള്ളിൽ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി മൈദ മാവിലൊന്ന് മുക്കിയെടുത്ത് റസ്കും പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അങ്ങനെ എല്ലാം ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ രുചികരമായ തേങ്ങാമുറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി.